നമസ്കാരം. KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ കെ സുധാകരൻ സന്നദ്ധനാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് പുതിയൊരു വാർത്തയായിട്ട് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നതിനിടെ അദ്ദേഹം മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സന്നദ്ധത ഇപ്പോൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയുന്ന സുധാകരന് AICCയിൽ ഉന്നത പദവി നൽകിയേക്കുമെന്നുള്ള ചില സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേതൃമാറ്റം സംബന്ധിച്ച് അന്തിമ തീരുമാനമുടൻ തന്നെ AICC നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നതിൽ ഒരു സത്യമുണ്ടെന്ന് കണ്ടെത്തുകയാണ് ഇപ്പോൾ AICC നിരീക്ഷകർ തന്നെ. പകരം 6 പേരുകളും പുതുതായിട്ട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. സുനിൽ കനകോളു പ്രസിഡന്റ് ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് എന്നതിൽ ആർക്കും തന്നെ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കീഴിൽ സംഘടനാ സംവിധാനം അത് കൃത്യമായി ചലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലായിട്ട് വന്നിരിക്കുന്നത്. ഇതിനു മുൻപുണ്ടായിരുന്ന കഴിവുള്ള അധ്യക്ഷന്മാരെ പോലും മാറ്റി കെ സുധാകരനെ കൊണ്ടുവന്നത് തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് സുധാകരൻ ഉയർന്നില്ല എന്ന് മാത്രമല്ല, കൂടെ നിന്ന കഴിവില്ലാത്തവർ സുധാകരൻ്റെ പേരും പെരുമയും എല്ലാം തന്നെ നശിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അതാണ് ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ സുധാകരൻ ഇപ്പോൾ ഒരു പരാജയമെന്ന് AICCയുടെ നിരീക്ഷകർ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. 2 തെരഞ്ഞെടുപ്പ് ഇനി നടക്കാനിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ച് ഇങ്ങനെയൊരു സംവിധാനം വെച്ച് ജയിക്കാൻ ഇനി കഴിയില്ല എന്നുള്ള കണ്ടെത്തൽ, അതിനോടനുബന്ധിച്ചാണ് കെ സുധാകരനെ മാറ്റാനും അതോടൊപ്പം തന്നെ പുതുതായിട്ട് ഈ നേതൃനിരയിലേക്ക് വരേണ്ടവരിൽ 6 പ്രമുഖ നേതാക്കളുടെ പേരുകൾ കൂടി AICCക്ക് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പഠിച്ചതും റിപ്പോർട്ട് സമർപ്പിച്ചതും സുനിൽ കനകോളുമാണ്. അതുകൊണ്ട് തന്നെ AICCക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തെയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് സത്യം. കോൺഗ്രസിൻ്റെ പലയിടത്തുമുള്ള വിജയത്തിന് പിന്നിലും സുനിൽ കനകോളുവിൻ്റെ ആ ഒരു നിരീക്ഷണം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ KPCC അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറുമ്പോൾ ആരെയാണ് നിയമിക്കേണ്ടത് എന്നതിന് അത്ര പെട്ടെന്ന് കോൺഗ്രസ്സുകാർക്ക് ഒരു ഉത്തരം പുതുതായിട്ട് കണ്ടെത്താൻ സാധിക്കുകയില്ല. സുധാകരനെ സംബന്ധിച്ച് സുധാകരന് പകരം വയ്ക്കാൻ കഴിയുന്ന ഒരു നേതാവായിട്ട് കോൺഗ്രസിൽ അങ്ങനെ വേറെ ആരുമില്ല. പക്ഷേ പാർട്ടി സംവിധാനത്തെ കൃത്യമായി ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ മതി. അതിനാണ് ഇപ്പോൾ 6 പേരുകൾ, പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കളുടെ 6 പേരുകൾ ഇപ്പോൾ കനകോളു കണ്ടെത്തിയിരിക്കുന്നത്. സുനിൽ കനകോളു ആ പേരുകൾ ഇപ്പോൾ ഹൈക്കമാൻഡിന് നൽകിയിരിക്കുകയാണ്. അതിൽ കുറച്ച് MLA മാരും അതോടൊപ്പം തന്നെ കുറച്ച് MP മാരുമാണ് ഉള്ളത്. അങ്ങനെ സുധാകരൻ മാറുകയാണെങ്കിൽ അടൂർ പ്രകാശ് MP-ക്കാണ് സാധ്യത ഇപ്പോൾ ഏറുന്നത് തന്നെ. കാരണം ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവ് എന്ന നിലയിലുപരി എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ ഒരു സംഘടനയെ കൃത്യമായി ചലിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസവും ഈ അടൂർ പ്രകാശിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ 6 പേരിൽ അടൂർ പ്രകാശിൻ്റെ പേര് ഇപ്പോൾ ഒന്നാമതായിട്ട് തന്നെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. കിട്ടാക്കനിയായിരുന്ന കോന്നി നിയമസഭാ സീറ്റ് പോലും അത് വളരെ തന്ത്രപരമായി പിടിച്ചെടുത്തതും അവിടെ നിന്ന് അതിനേക്കാളും വലിയ അത്ഭുതം കാണിച്ചുകൊണ്ട് ആറ്റിങ്ങൽ എന്ന ഇടതുപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള കോട്ടയായിട്ടുള്ള ആ കോട്ട തകർത്ത് സീറ്റുകൾ പിടിച്ചെടുത്തതുമെല്ലാം തന്നെ അതിൻ്റെ തെളിവുകളാണ്. അതുപോലെ തന്നെ ഒട്ടും കുറയാതെ മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേരും ഇപ്പോൾ AICCക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. AICC നേതൃത്വത്തിൻ്റെ ഒരു സ്വന്തമാണ്, ഒരു ശക്തിയാണ് കൊടിക്കുന്നിൽ എന്നുള്ള നിലയിലും ദളിത് പ്രാതിനിധ്യം എന്ന നിലയിലും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നേതൃപാടവം ഉപയോഗപ്പെടുത്താൻ ചിലപ്പോൾ കോൺഗ്രസ് നേതൃത്വം തയ്യാറായേക്കുമെന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ മുരളീധരൻ്റെ പേരിലും വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അദ്ദേഹത്തിനെ വീണ്ടും ഒരു അധ്യക്ഷനാക്കാൻ കേരളത്തിലെ നേതാക്കൾ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടതായിട്ടുള്ളത്. എന്നാലും പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് വേണ്ടി പലയിടങ്ങളിലും ഒരു രക്തസാക്ഷിയാകുന്ന തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെ ഇന്നും കോൺഗ്രസ്സുകാരുടെ മനസ്സിലൊരു സ്വീകാര്യനായിട്ടുള്ള നേതാവ് തന്നെയാണ് കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പരിഗണിച്ചേക്കാം എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തു പറഞ്ഞാലും ആത്യന്തികമായി തന്നെ കേരള രാഷ്ട്രീയം എത്തി നിൽക്കുന്ന ഒരു സാമുദായിക സമവാക്യത്തിൽ തന്നെയാണ്. അവിടെയാണ് ക്രൈസ്തവ സമുദായത്തിൽപ്പെടുന്ന പല പേരുകളും വന്നു ചേർന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഒരു മതത്തിൽപ്പെട്ടവരും അതുപോലെ തന്നെ UDF കൺവീനർ മറ്റു മതത്തിൽ പെടുമ്പോൾ തീർച്ചയായിട്ടും KPCC അധ്യക്ഷൻ ഒരു ക്രൈസ്തവനായിരിക്കണം എന്ന് വാദിക്കുന്നവരും ഏറെയാണ്. അതിൽ പ്രധാനിയും ഒരു MP തന്നെയാണ്, മറ്റാരുമല്ല പത്തനംതിട്ട MP ആന്റോ ആന്റണി. കാരണം സമുദായത്തിനേറെ താല്പര്യമുള്ള ഒരു നേതാവ് കൂടിയാണ് ആന്റോ ആന്റണി. അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും കണ്ണൂർ പേരാവൂർ MLA ആയിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ പേരിനും ഇപ്പോൾ നല്ല രീതിയിലുള്ള മുൻതൂക്കം ഉണ്ട്. സണ്ണി ജോസഫ് നല്ലൊരു സംഘാടകനാണ്. കെ സുധാകരൻ്റെ വിശ്വസ്തനായിട്ട് രാഷ്ട്രീയം തുടങ്ങിയത് അങ്ങനെ നിരവധിയായിട്ടുള്ള ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള സണ്ണി ജോസഫിനെയും
ഈ ഒരു പ്രമുഖരുടെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ടി സിദ്ദിഖ് MLA പേരും ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ടി സിദ്ദിഖ് മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണ്. മാത്രമല്ല അദ്ദേഹം നല്ല സംഘാടകൻ എന്നതുപോലെ തന്നെ ഒരു തീപ്പൊരി പ്രാസംഗികനാണ്. പിണറായി വിജയനെയൊക്കെ നിർത്തിപ്പൊരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഒരാൾ വേണം എന്നുള്ളത് ഇവിടെ ഉറപ്പിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ ചെന്നപ്പെടുന്നത് തീർച്ചയായിട്ടും ടി സിദ്ദിഖ് എന്ന പേരിലേക്കായിരിക്കും. അങ്ങനെ ഈ 6 പ്രധാന പ്രമുഖ നേതാക്കളുടെയും പേരുകളും ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ഇനി അതോടൊപ്പം തന്നെ 2 പേരുകൾ കൂടി AICC നിരീക്ഷകരുടെ മനസ്സിൽ ഇപ്പോൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷേ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് പലർക്കും ഇവരിൽ വലിയ താല്പര്യം കാണണമെന്നില്ല. എങ്കിൽ പോലും കനകോളു കണ്ട ആ 2 യുവാക്കൾ അല്ലെങ്കിൽ ആ യുവ നേതാക്കൾ എന്ന് പറയുന്നത് അതിൽ എന്നും കേരളത്തിലൊരു തീപ്പൊരിയായി മാറിയ മാത്യു കുഴൽനാടൻ MLA-യും മറ്റൊന്ന് ഷാഫി പറമ്പിൽ MP-യുമാണ്. 2 പേരും നല്ല കഴിവുള്ള മികച്ച നേതാക്കളാണ്. എങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ നിന്ന് ഇവരെ അംഗീകരിക്കാൻ പല നേതാക്കളും ഇതുവരെ തയ്യാറാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ പേരുകൾക്ക് എത്രത്തോളം സ്വീകാര്യത ഇനി ലഭിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, പ്രായവും പക്വതയുമുള്ള സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുവെന്നറിഞ്ഞപ്പോൾ, ശക്തനായി മുന്നോട്ട് പോകുന്നുവെന്നറിഞ്ഞപ്പോൾ തന്നെ മുതിർന്ന നേതാക്കൾ പലർക്കും കുശുമ്പ് തോന്നി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആരെ വേണമെങ്കിലും ഇപ്പോൾ KPCC അധ്യക്ഷനായി നിയമിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമെങ്കിൽ പോലും അതിനുശേഷം തുടർന്ന് ഇവർ അധ്യക്ഷനായി തുടർന്ന് പ്രവർത്തിക്കേണ്ടതും ഒപ്പം നിൽക്കേണ്ടതുമൊക്കെ തന്നെ സംസ്ഥാനത്തെ നേതാക്കൾ തന്നെയല്ലേ എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കനകുളുവിൻ്റെ ഈ ഒരു കണ്ടെത്തൽ അത് മാത്രം പോരാ, എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളെ മാത്രമേ KPCCയുടെ അധ്യക്ഷനാക്കുകയുള്ളൂ എന്നുള്ളതും ഒരു പ്രധാന വസ്തുത തന്നെയാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ ഗർജിക്കുന്ന സിംഹമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആവേശത്തോടുകൂടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുധാകരൻ മാറുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റാനായിട്ട് AICC നിർബന്ധിതനാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ 6 പ്രമുഖർ തീർച്ചയായിട്ടും ഈ നേതൃസ്ഥാനത്തേക്ക് മുൻനിരയിൽ ഇവരിൽ ആരും വരാം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.